ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ. വല്ലപ്പോഴും മാത്രമേ നമ്മൾ ചെമ്മീനൊക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 600 ഗ്രാമോളം ചെമ്മീനാണ്. അപ്പോൾ ഇത് നല്ല വലിയ ടൈപ്പ് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുറച്ചൊരു വലിയൊരു ടൈപ്പ് ചെമ്മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം തീരെ മുളകിനൊരു കളറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഞാനിങ്ങനെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഞാനിവിടെ ചതച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പോട്ടിലേക്ക് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായ സമയത്ത് ഇതിലേക്ക് ആ ഒരു ഓരോ പ്രോണും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഒരു 12 പ്രോണാണ് കേട്ടോ ഉള്ളത്. കുറച്ച് വലിയൊരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു 12 പ്രോൺ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ഒരുവിധം അതിൻ്റെ ഒരു സൈഡിലൊന്നിങ്ങനെ മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ചൊരു വണ്ണമുള്ള ടൈപ്പ് ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡ് കുറച്ച് സമയം ഒന്നിങ്ങനെ മുരിച്ചെടുത്തതിന് ശേഷം പിന്നീട് അതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെമ്മീൻ ഇപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ബിരിയാണിയുടെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എണ്ണ നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനുള്ള എണ്ണ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വലിയൊരു സൈസ് 3 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സവാളയ്ക്ക് ഉപ്പ് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും. അപ്പോൾ ഒരുപാട് ആവരുത്. നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ളതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഏകദേശം ആ ഒരു സവാളയൊക്കെ വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞോളും. എന്നിട്ട് സിമ്മിലാക്കി ഇട്ടാൽ മതി അടച്ച് വെച്ചതിന് ശേഷം. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ അടച്ച് വേവിക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും പുതിനയും കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു മസാല ഡ്രൈ ആവാതെ അത്യാവശ്യം നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കുക. ആ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി മസാലയ്ക്ക് നിങ്ങൾക്ക് ഒരു 3 ഗ്ലാസ് അരി വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ കൈമ റൈസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ടൈപ്പ് അരിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഗ്ലാസ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബിരിയാണി മസാല ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും അതുപോലെ ഓയിലും കൂടെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 ഏലക്കായ, പിന്നെ അത് 2 കഷ്ണം കറുവപ്പട്ട, കുറച്ച് ഒരു 3-4 ഗ്രാമ്പൂ, പിന്നെ അതുപോലെ ഒരു 3 ബേ ലീവ്സ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആ സവാള ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നേരത്തെ വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവരുത്, അപ്പോൾ പിന്നെ നെയ്ച്ചോറിൻ്റെ ആ ഒരു കളറ് മാറും. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വന്നാൽ മതി. അരി നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ വറുത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് തന്നെ ഒരു 3.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരട്ടിയിൽ നിന്ന് ഇങ്ങനെ കുറച്ചാൽ മതി വെള്ളം. അപ്പോൾ അത്രയും വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് കുക്കർ അടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വിസിൽ വരുന്നതിൻ്റെ സമയം കുറച്ച് സമയം മുമ്പേ ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു ആവി ഒന്ന് കുറച്ചൊന്ന് പോക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല പാകത്തിനുള്ള നെയ്ച്ചോറെണ്ണായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ദം ഇടാം കേട്ടോ, ഒരു മസാലയൊക്കെ ആയിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു നനവുള്ള രീതിയിലാണ്, അപ്പോൾ അതൊന്ന് ചൂടാറുമ്പോൾ റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിയുടെ ഒരു ദം ഇടണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിയും അതുപോലെ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്തെടുക്കണമെങ്കിൽ അതും കൂടെ കുറച്ച് വറുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ബിരിയാണി ദമ്മിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചെമ്മീൻ്റെ മസാലയില്ലേ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോറിൻ്റെ പകുതി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട കെട്ടാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉള്ളിയും അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഒരു ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപോലെ തന്നെ ആ ഒരു ബാക്കി ചോറ് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ തന്നെ മല്ലിയിലയും ഗരം മസാലയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള പൊരിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മേലെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ ദമ്മിടുകയാണ്. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ മേലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം ബിരിയാണിയൊക്കെ ആകുമ്പം കുറച്ചൊന്ന് ചൂടാറിൻ്റെ ശേഷം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്യുന്ന ആ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം അതിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം മസാലയൊന്നും ചേർക്കാതെ നമ്മൾ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ഫ്ലേവർ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ കാഷ്യൂനട്ടും മുന്തിരിയും ഉള്ളിയൊന്നും വറുത്തെടുത്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.